കാലത്തിന്റെ മോൾക്ക് പിടിപ്പത് പണിയുണ്ടല്ലേ. എന്ത് ചെയ്യാം? ഒരു ചേട്ടൻ കളക്ടറേറ്റിൽ പോണം, മറ്റേ ചേട്ടൻ എസ്റ്റേറ്റിൽ പോണം. ഒരു ഉപകാരം ചെയ്യൂ. ഉപകാരം മാത്രമേ ചെയ്യൂ. ധാരാളം സമയമുള്ളതുകൊണ്ട് എന്ത് ഉപകാരം വേണമെങ്കിലും ചെയ്യാമല്ലോ. കുഞ്ഞളിയാൻ പറഞ്ഞോളൂ. ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിത്തരൂ. ഒന്ന് മതിയോ? മതി. ആ, ഇന്ത്യൻ വേണോ ഫോറിൻ വേണോ? ഏതാ പെട്ടെന്ന് ഇട്ടാച്ചാ അത്. വില കൂടിയത് വേണോ കുറഞ്ഞത് വേണോ? അതൊക്കെ ആനന്ദേട്ടന് ഇഷ്ടം. എന്നാ കൂടിയതായിക്കോട്ടെ. നാളെ കാലത്ത് 10 മണിക്ക് ഞാൻ ജപ്പാനിലേക്ക് പോണ്ടേ. അവിടെ ചെന്നാ സോണി കമ്പനിക്കാരെ നേരിട്ട് വാങ്ങിക്കാമല്ലോ. ഒറിജിനൽ ആയിക്കോട്ടെ. എന്ത് ചെയ്യും? നിനക്ക് ഞാൻ ഒലക്ക വാങ്ങിച്ചു തരടാ, ഇരുമ്പോലക്കാ. ഇത് INSP-കാരന്റെ കുപ്പായായിരിക്കും അല്ലേ? എനിക്കിത് നന്നായി ചേരുമെന്ന് തോന്നണല്ലോ മോളെ. പ്രകാശേട്ടൻ ഇപ്പൊ പുറത്തു പോണെന്ന് പറഞ്ഞു. പോയിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് ഞാൻ എടുത്തൊന്ന് പറഞ്ഞാ മതിന്നേ. മറ്റുള്ളതൊക്കെ മുഷിഞ്ഞിരിക്കാ. ആഹാ, മുഷിഞ്ഞോട്ടെ. എന്നെങ്ങും പഠിപ്പിക്കാൻ വന്നാലുണ്ടല്ലോ, അടിച്ചു നിന്നെ ഞാൻ. എല്ലാം തേച്ചു വെച്ചോടി. പ്രകാശേട്ടന്റെ മുണ്ട് ഷർട്ടും ആനന്ദേട്ടൻ എടുത്തോണ്ട് പോയി. ആനന്ദേട്ടൻ കൊണ്ടുപോയി. ബാക്കിയെല്ലാം മുഷിഞ്ഞിരിക്കാന്ന് പറഞ്ഞപ്പോ എന്നെ തിന്നാൻ വന്നു. ഓഹോ, ഈ മനുഷ്യനോട് കുഴപ്പമുണ്ടാക്കുന്ന വന്നിരിക്കുന്നത്. പ്രകാശേട്ടൻ കുഴപ്പത്തിനൊന്നും പോണ്ട. നീ പറയുന്നേ, അവരെ കളി അവസാനിപ്പിച്ചിരുന്നു. എനിക്ക് പുറത്തു പോകണം. അളിനെ ഉടുപ്പിഞ്ഞൊരുക്കി. എങ്ങനെയുണ്ട് അളിയാ? എനിക്കിത് നന്നായി ചേരുന്നില്ലേ? കളിക്കല്ലേ ഉടുപ്പിഞ്ഞ് തരാൻ. ഞാൻ തരില്ല. എനിക്ക് നിന്റെ പാർട്ടി ചേരണം. നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. എന്നെ നിന്റെ പാർട്ടി ചേർക്കളിയാ. INSP അത്രയ്ക്ക് അതപ്പതിച്ചിട്ടില്ല. അതപ്പതിക്കുന്ന കാലത്ത് ഞാൻ അളിയെ അറിയിക്കാം. എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ പാർട്ടി ചേരണം, ഇന്ന് തന്നെ ചേരണം. പാർട്ടി ചേരെ തൂങ്ങിച്ചാവേ എന്ത് പണ്ടാളം പറഞ്ഞായിരിക്കും. ആ ഷർട്ട് ചോദിക്കേ. നേരമായി ഞാൻ ക്ഷമിക്കുന്നു. എന്റെ വീട്ടിൽ പെങ്ങളെ കെട്ടിവരാന്ന് ഓർക്കില്ല. എന്നെ മക്കളെ എല്ലാരും നീ കൊന്നു. ഇതിനാണോ ചേട്ടാ ഓടിപ്പടിച്ച് ഇങ്ങോട്ട് വന്നത്? ഇത്ര സ്നേഹമില്ലാത്ത വർഗമാണെന്ന് ഞാൻ അറിഞ്ഞു. ഇവരെയൊക്കെ സ്വന്തം പോലെ കരുതാനുള്ള കൂലി ചേട്ടന് കിട്ടിയില്ലേ? എനിക്ക് കിട്ടി. അച്ഛാ, ഇതെങ്ങനെ വെറുതെ വിടുന്നൊന്നും അച്ഛൻ കരുതണ്ട. ഇവിടെ കോടതിയും പോലീസും ഒക്കെ ഉണ്ടല്ലോ. സസ്പെൻഷനിലാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റിൽ എനിക്ക് ഇപ്പോഴും നല്ല പിടിയാ. എല്ലാത്തിന്റെ ദഹത്തിന്റെ മുട്ടുസൂചി കയറ്റി ഞാൻ. ഒന്നും പറയണ്ട, നമുക്ക് പോകാം. വാ മക്കളെ. ഇനി ഇവിടെ നിന്നാലേ ഇവര് നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി കൊല്ലും. അമ്മേ, കൂടുതലായിട്ട് ഇറങ്ങി പോവാ ഞാൻ. ഇറങ്ങി വേടാ, മതി. നന്ദിയില്ലാത്ത വർഗങ്ങളാ. നമ്മുടെ കണ്ണത്തിൽ ദൈവം കാണും. നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി? എന്തേ, ഞാൻ വിളിച്ചോളുന്നതാ. അതല്ല, സ്ഥാനഭ്രംശം സംഭവിച്ചിട്ടുണ്ടല്ലോ. ഈ സമയത്ത് ഈ ദേശത്ത് ഈ ആത്മാവ് ഉണ്ടായിരിക്കാൻ പാടില്ല. ഏറ്റവും ചുരുങ്ങിയത് 300 കിലോമീറ്റർ അപ്പുറത്തേക്കെങ്കിലും ഈ ആത്മാവ് സഞ്ചരിച്ചിട്ടുണ്ടാവണം. രാഷ്ട്രീയക്കാര് മൂപ്പരെ സ്ഥലം മാറ്റിരിക്കുക. ഇന്നലെ അവിടെ ജോലി ചേരേണ്ടതാ. സുഖമില്ല എന്ന് പറഞ്ഞ് കമ്പിടിച്ചിരിക്കുക. ഓ, അതാണ് കാര്യം. അപ്പോ എത്രയും പെട്ടെന്നൊരു ശുഭമുഹൂർത്തം കാണിച്ചു തരാം. ഇടവം, മിഥുനം, കർക്കടകം. ചിങ്ങത്തിൽ എല്ലാം കൊണ്ടും മംഗളകരമായ ഒരു മുഹൂർത്തം കാണാനുണ്ട്. അയ്യോ, കൂടിപ്പോയ ഒരാഴ്ച. അതിനുള്ളിലൊരു മുഹൂർത്തം വേണം. ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഞാൻ എന്റെ ഫാക്ടറിയിൽ വെച്ചുണ്ടാക്കുന്നതല്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുഹൂർത്തം വേണമെങ്കിൽ ഇപ്പൊ തന്നെ പോയി കെട്ടിക്കോളൂ. എന്തിന് ഇങ്ങോട്ട് വന്നു? അല്ല, ഏതായാലും വന്ന നിലയ്ക്കൊന്ന്. അടുത്ത ബുധനാഴ്ച വലിയ ദോഷം വരില്ല. 9-നും 10-നും ഇടയ്ക്ക്. അത് മതി. ഭാനുവേ, കണ്ടോ? കണ്ടു. നമ്മുടെ INSP മോന്റെ എതിർപ്പിന് കാരണമുണ്ട്. അവൻ എപ്പോഴോ സംഭാവന പിരിക്കാൻ ചെന്നപ്പോ ഉദയഭാനു കളിയാക്കിയിരുന്നത്രേ. INSP വെറുതെ ഇരുന്നില്ല, ഉദയഭാനു ഒരു ട്രാൻസ്ഫർ വാങ്ങിക്കൊടുത്തു. നേര് പറയാലോ ഭാനു, എനിക്ക് പേടിയായി തുടങ്ങി. നമ്മുടെ അരയെ കെട്ടിയിരിക്കുന്ന ചരട് പാമ്പായിട്ട് വന്ന് നമ്മളെ തന്നെ കടിക്കുമെന്നുള്ള പേടി. ലതിയുടെ കല്യാണം എത്രയും വേഗം നടത്തണം. നമ്മൾ ജീവിച്ചിരുന്നിട്ടിങ്ങനെ അല്ലാത്തൊരു സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്കി. രാഘവട്ട, ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താടാ? ഒരു കാര്യം ചോദിച്ചോട്ടെ? എന്താ അച്ചോ? ഒന്നുമില്ല. എന്താന്ന് വെച്ചാ പറ. രാഘവേട്ട, ആ സ്ഥലം ഭൂപണയ ബാങ്കിന് പണയം വെക്കുന്നില്ല എന്നോട് പറഞ്ഞത്. അതെ. വിറ്റിട്ടില്ല. വിക്കേ? അങ്ങനെ വല്ലതും ഉണ്ടോ നീ അറിയാണ്ടിരിക്കുവോ? അതെ, അതാ ഞാനും സംശയിച്ചത്. ഇപ്പൊ എന്താ പ്രശ്നം? രാഘവേട്ടൻ ബേജാറാവൊന്നും വേണ്ട. ആ സ്ഥലത്ത് ആരൊക്കെയോ വന്ന് അളക്ക് കുറ്റിയടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്.
അതേന്നേ എനിക്കൊന്നും പിടിയിട്ടില്ല. അവിടെ ആമീനെയും സർവേറും ഒക്കെ കണ്ടു. എന്താ നീ പറയണേ? അപ്പോഴേ ഈ പറമ്പിന്റെ ഉടമസ്ഥൻ വന്നിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് പറയൂ. സാർ, ഇത് റിട്ടയർഡ് സ്റ്റേഷൻ മാസ്റ്റർ രാഘവൻ നായർ, ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരുള്ള സ്ഥലം ഇത്. നോട്ടീസ് കിട്ടിയില്ലേ? ഇല്ല. ആ, ജപ്തിയാണ്. നിങ്ങളുടെ മൂത്ത മോനുണ്ടല്ലോ, എന്തായാലും പേര്? പ്രഭാകരൻ. അയാളുടെ പാർട്ടി ഓഫീസിന്റെ കെട്ടിടം പണിക്ക് വേണ്ടി ഈ സ്ഥലം ഇവരുടെ ബാങ്കിൽ പണയം വെച്ചിരുന്നു. ഭാനുമതിയമ്മ ഭാര്യയല്ലേ? അതെ. ആ, അവരാണല്ലോ പേപ്പർ ഒപ്പിട്ട് കൊടുത്തത്. സാർ, ഈ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ ഈ സ്ഥലം. ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കോടതി കാര്യമല്ലേ? എങ്ങോട്ടാ പോയത്? അച്ഛൻ എന്താ വന്ന് പറഞ്ഞത്? നീ എന്നെ ചതിക്കായിരുന്നല്ലേ? ഈ കാലം അത്രയും ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ സ്ഥലമല്ലേ അത്. നമ്മൾ ഒന്നാണെന്ന് കരുതി അന്ന് നിന്റെ പേര് വാങ്ങിയത്. എന്നോടൊരു വാക്കുപോലും ചോദിക്കാതെ ഇത് ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു പാനു? എന്താ ഉണ്ടായേ? ചെന്ന് നോക്ക്, ബാങ്കുകാർ ജപ്തി ചെയ്തോണ്ടിരിക്കുക. ലതികയുടെ കല്യാണത്തിന് ഞാൻ എവിടുന്ന് പണം ഉണ്ടാക്കും? അത് കുറച്ചു ദിവസത്തെ ഒരു കാര്യത്തിനാണെന്നും പറഞ്ഞ് പ്രഭാകരൻ നിർബന്ധിച്ചപ്പോ. എന്നിട്ട് എവിടെ നിന്റെ പ്രഭാകരൻ? അവിടെ കണ്ടില്ലല്ലോ. നമ്മുടെ മോനല്ലേ എന്ന് കരുതിയാ ഞാൻ. അച്ഛൻ അറിയുന്നതിന് മുമ്പ് തിരിച്ചെത്തിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞപ്പോ. വേണ്ട, ഒന്നും പറയണ്ട. എന്റെ മക്കൾ എന്നെ മനസ്സിലാക്കിയില്ല, സ്നേഹിച്ചില്ല. നീയും. നിങ്ങളാരും എന്നെ ഇനി അധികാലം ജീവനോടെ കാണില്ല. നേരെ ഒരുപാടായി. രാഘവേട്ടൻ പോ, അല്ലെങ്കിൽ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കും. വേണ്ട. നീ ആ ടോർച്ചിനെടുത്ത് വീട് വരെ ഞാനും വരാം. നിനക്ക് ഞാൻ ശല്യമായല്ലേ? എന്താ രാഘവേട്ടായി പറയണത്? ഒരേ കാര്യം തന്നെ ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്ന മനസമാധാനം ഇല്ലാണ്ടാവുന്നല്ലാതെ ഒരു കാര്യമില്ല. ഓർക്കാൻ ഒരു കാര്യമല്ലല്ലോ ഉള്ളത്. അച്ഛനറിയോ, ഇടയ്ക്കിടയ്ക്ക് സ്ഥലമാറ്റങ്ങൾ ഉണ്ടാകുമ്പോ കുട്ടികളുടെ പഠിത്തം തകരാറിലാകുമല്ലോ എന്ന് കരുതിയാ അവരെ ഞാൻ വീട്ടിൽ തന്നെ താമസിപ്പിച്ചത്. റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോറത്തിൽ കിട്ടുന്ന രുചിയില്ലാത്ത ഭക്ഷണം കഴിച്ച എന്റെ ജീവിതത്തിന്റെ നല്ല പങ്ക് ഞാൻ തള്ളി നീക്കിയത്. ഒരു ചായ കുടിക്കുമ്പോ പേടിയാ. ആ കാശ് വീട്ടിലെത്തിക്കാമല്ലോ എന്ന് ചിന്തിക്കും. മക്കൾ പഠിച്ചു വലിയവരാകണം. അവരുടെ സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോ ആദ്യ പുസ്തകങ്ങൾ വാങ്ങണം, നല്ല ഉടുപ്പ് വാങ്ങണം. മക്കൾക്ക് വേണ്ടി മാത്ര അവള് ഞാൻ അകന്നും ജീവിച്ചത്. അതൊന്നും സാരാക്കണ്ടെന്നേ. സത്യത്തിൽ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. മക്കളുണ്ടാകാൻ അനേക അമ്പലങ്ങളിൽ പോയി നിങ്ങൾ നേർച്ചയും കാഴ്ചയും വെച്ചല്ലോ. ഇപ്പോ മക്കളില്ലെന്നുള്ള ദുഃഖമല്ലേ ഉള്ളൂ. ഉള്ള മക്കളൊരു ശാപമായി തീരുന്നു എന്ന ദുഃഖമില്ലല്ലോ. ഇറങ്ങട്ടെ. നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇത്രയും വർഷത്തിനിടയ്ക്ക് നിനക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. നീ അതിന് അവസരം ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോഴത്തെ വിഷമത്തിന് പറഞ്ഞ മറന്നുകള. വാ, നേരെ ഒത്തിരിയായി. നമ്മൾ സടകുടഞ്ഞ് എഴുന്നേക്കേണ്ട സമയമായിരിക്കുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വൈകി എന്ന് തന്നെ പറയാം. എന്നാലും പെട്ടെന്നൊരു ബന്ധം നടത്തുമ്പോ ഈ പൊതുജനങ്ങൾ അതിനെ പൊതുജനങ്ങളുടെ കാര്യം കാണാ. മാനങ്കരയിൽ മാത്രമായിട്ടൊരു ബന്ധു നടത്തുമ്പോ എന്താ കുഴപ്പം? RDPയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഒച്ചയും ബഹളവും ഇപ്പൊ ഉണ്ടാക്കിയേ പറ്റൂ. അതെ, അതുകൊണ്ട് വരുന്ന 3-ാം തീയതി നമ്മൾ ബന്ദ് പ്രഖ്യാപിക്കുന്നു. അതെ, മറ്റേ 3-ാം തീയതി എന്താ ആഴ്ച? വെള്ളിയാഴ്ച ആണല്ലോ. എന്നാ അന്ന് ബന്ധു വേണ്ട. എന്റെ മൂത്ത മകളുടെ കുഞ്ഞിന്റെ ചോറൂണാ. എന്നാ 4-ാം തീയതി. ഓക്കെ. അപ്പോ 4-ാം തീയതി നമ്മൾ ആഞ്ഞടിക്കുന്നു. കൊടികളും പോസ്റ്ററുകളും മാനങ്കരയിൽ അങ്ങോളം ഇങ്ങോളം ഉയരണം. വിലക്കയറ്റത്തിനെതിരെയുള്ള ഒരു കൊടുങ്കാറ്റായി മാറണം നമ്മുടെ ബന്ദ്. ജനജീവിതം സ്തംഭിക്കണം. പോലീസ് ഞെട്ടണം. സർക്കാർ ആടി ഉലയണം.
വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചിരുന്നത്. എന്നോട് ഇതൊക്കെ ഇനിയും പറയണോ? റിട്ടയർ ചെയ്ത് നാട്ടിലേക്ക് വരുമ്പോ അച്ഛൻ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു. അതിലേറ്റവും വലുതായിരുന്നു നിന്റെ കല്യാണം. നമ്മുടെ മുറ്റത്തൊരു വലിയ പന്തല്, എല്ലാ കാര്യങ്ങളും നോക്കി ഓടി നടക്കാൻ നിന്റെ ചേട്ടന്മാര്, അങ്ങനെ പലതും. അന്ന് കൂട്ടുകാരോടൊക്കെ അച്ഛൻ പറയുമായിരുന്നു, നിന്റെ കല്യാണത്തിന് ക്ഷണിക്കും, എവിടെയായിരുന്നാലും ഓടിയെത്തണം. ഒന്നും പറ്റിയില്ല. എന്റെ മോക്കിതായിരിക്കും വിധി. അച്ഛനെ ശപിക്കരുത്. വഴിയോരത്ത് വെച്ച് കല്യാണം നിർത്തി മോളെ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കരുത്. അച്ഛൻ അങ്ങനെയൊന്നും പറയരുത്. എനിക്കൊരു വിഷമമില്ല. ഇനി ഒരു പുറപ്പെടാൻ നോക്കിക്കോട്ടെ അല്ലേ രാഘവട്ടാ? വീട്ടിൽ വന്നിട്ട് ഇനിയൊരു യാത്ര പറച്ചിൽ ഞങ്ങൾക്ക് വിഷമാവും. ചെല്ല്. പുതിയ സ്ഥലത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഒരു ദിവസം ഞങ്ങൾ വരാം. വരുമ്പോ കുറച്ചു ദിവസം അവിടെ താമസിക്കാൻ കൂടി തയ്യാറായിട്ട് വേണം വരാൻ. ഭാഗ്യമുള്ള കുട്ടിയല്ലേ ലതിക. എന്നാലും ഒരു അനാഥ കുട്ടിയെ പോലെ. പോയ വണ്ടി വിളിച്ചോണ്ടോ? ശരി.